വചനം തിരുവചനം. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമുക്ക് നിമിഷം പ്രാർത്ഥിക്കാം. പിതാവായ ദൈവമേ, നിൻ്റെ അനന്തമായ സ്നേഹം ഞങ്ങളുടെ കുടുംബത്തിലേക്ക് ചൊരിയണമേ. നിന്നെ മനസ്സിലാക്കാനായിട്ട്, നിൻ്റെ സ്വഭാവം മനസ്സിലാക്കാനായിട്ട് വലിയ കൃപ സ്വർഗത്തിൽ നിന്ന് നീ വർഷിക്കണമേ. പരിശുദ്ധമ്മേ ദൈവമാതാവേ, ഒരു അപ്പനെ മനസ്സിലാക്കാനായിട്ടുള്ള വലിയൊരു കൃപയ്ക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ സ്ത്രീകളെ നീ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. നിൻ്റെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാൻ്റെ അപേക്ഷിച്ചുള്ളമേ. ആമേൻ. 2 കൊരിന്ത്യൻസ് 1 അധ്യായം അതിൻ്റെ 3 വചനം ഇപ്രകാരം പറയുന്നു: നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ദൈവവും പിതാവും കരുണയുടെ പിതാവും സകല സമാശ്വാസത്തിൻ്റെ ദൈവമായവൻ വാഴ്ത്തപ്പെട്ടവനാകട്ടെ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ദൈവവും പിതാവും കരുണയുടെ പിതാവും സകല സമാശ്വാസത്തിൻ്റെ ദൈവമായവൻ വാഴ്ത്തപ്പെട്ടവനാകട്ടെ. ഈ നാളുകളിൽ നമ്മൾ ഒത്തിരിയേറെ ചർച്ച ചെയ്യുന്ന ഒരു വലിയൊരു ഫാക്റ്റാണ് ഈ പിതാവായ ദൈവത്തെക്കുറിച്ച്. കാരണം ഒത്തിരിയേറെ സമുദായങ്ങളുടെ നടുക്കാണ് ക്രൈസ്തവരായ നമ്മളും ജീവിക്കുന്നത്. അപ്പോഴേ എല്ലാവരും പറയുന്നുണ്ട് എല്ലാം ഒരു ദൈവമാണ്, എല്ലാം ഒന്നാണ് എന്നൊക്കെയുള്ള ഒരു ചിന്തയിലേക്കൊക്കെ കൊണ്ടുപോകുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ ജീവിച്ചു പോകുന്നത്. അപ്പോൾ വചനം വ്യക്തമായിട്ട് നമുക്ക് പറഞ്ഞു തരുന്നു, നമ്മൾ ആരാധിക്കുന്ന പിതാവായ ദൈവത്തിന് കുറച്ച് പ്രത്യേകതകളുണ്ട്. ആ പ്രത്യേകതകൾ എന്താണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അത് യേശുക്രിസ്തുവിൻ്റെ ദൈവവും പിതാവുമാണ് ഒന്നാമത്തെ പ്രത്യേകത. കാരണം ഒരു ക്രൈസ്തവരായ നമ്മൾ ഒരു ഹോളി ട്രിനിറ്റിയിൽ ബേസ് ചെയ്ത ഒരു വിശ്വാസത്തിൻ്റെ പുറത്താണ് നമ്മൾ നിൽക്കുന്നത്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും, അങ്ങനെ ഒരു ഹോളി ട്രിനിറ്റിയെ അക്സെപ്റ്റ് ചെയ്യുന്ന, അതിനെ ആരാധിക്കുന്ന ഒരു ബേസിൻ്റെ പുറത്താണ് നമ്മൾ നിൽക്കുന്നത്. അതിൽ പിതാവായ ദൈവം, പുത്രനായ യേശുക്രിസ്തു, പരിശുദ്ധാത്മാവായ ദൈവം. ആ ഒരു പിതാവിൻ്റെ പ്രത്യേകത യേശുക്രിസ്തുവിൻ്റെ പിതാവും ദൈവവുമാണ്. അപ്പോൾ നമ്മൾ ആരാധിക്കുന്ന, നമ്മൾ വിശ്വസിക്കുന്ന ആ പിതാവായ ദൈവം യേശുക്രിസ്തുവിൻ്റെ പിതാവാണ്, യേശുക്രിസ്തുവിൻ്റെ ദൈവമാണ്. അത് കരുണയുടെ പിതാവാണ്, കരുണ ചൊരിയുന്ന ഒരു പിതാവാണ്, സ്നേഹം വർഷിക്കുന്ന ഒരു പിതാവാണ്. സകല സമാശ്വാസത്തിൻ്റെയും ദൈവമാണത്. സകല സമാശ്വാസവും എന്ന് വെച്ചാൽ നമ്മുടെ എന്തവസ്ഥയാണേലും അവിടെയൊക്കെ വന്ന് ആശ്വസിപ്പിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ പിതാവായ ദൈവം. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു അക്രൈസ്തവ സമുദായത്തിൽ നിന്ന് ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് വന്നൊരു വ്യക്തിയാണ്. അപ്പം ഞാൻ വിശ്വസിച്ചിരുന്ന സമുദായത്തിൽ നമ്മളൊക്കെ ഇങ്ങനെ പഠിപ്പിക്കുമായിരുന്നു, അതായത് ദൈവം എന്ന് പറയുന്നത് എങ്ങോ ദൂരെ ഇരിക്കുന്ന ഒരു സംഭവമായിട്ടാണ് നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. കാരണം ദൈവം എന്ന് പറയുന്നത് ഒരു യജമാനനെ പോലെയാണ്, നമ്മളൊക്കെ അടിമകളെ പോലെയാണ്. അപ്പോൾ ഒരു അടിമയ്ക്ക് യജമാനൻ്റെ നേരെ നോക്കാനോ യജമാനനോടൊരു കാര്യം പറയാനോ ഒന്നും ഒരു അവകാശമില്ല. അടിമ എപ്പോഴും അടിമയാണ്. അതുകൊണ്ട് അടിമയുടെ ഒട്ടൊരു സ്വാതന്ത്ര്യം ഇല്ലാത്ത ഒരു അടിമത്തത്തിലാണല്ലോ ആ വ്യക്തി എപ്പോഴും നിൽക്കുന്നത്. അപ്പോൾ ആ ഒരു കൺസെപ്റ്റിലാണ് ഈ ദൈവത്തെക്കുറിച്ച് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അതുപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും ഒരു പാപം ചെയ്താൽ ശിക്ഷിക്കുന്ന ഒരു ദൈവത്തെക്കുറിച്ച് മാത്രമാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ചെറുതായിട്ട് ഇപ്പം എന്തെങ്കിലും മോഷ്ടിച്ച് കഴിഞ്ഞാൽ കൈ വെട്ടുന്ന ഒരു ദൈവം, അല്ലെങ്കിൽ കള്ളം പറഞ്ഞു കഴിഞ്ഞാൽ നാവ് കട്ട് ചെയ്തെടുക്കുന്ന ദൈവം, ശരീരം കൊണ്ട് പാപം ചെയ്ത് കഴിഞ്ഞാൽ എണ്ണച്ചട്ടിക്കകത്തിട്ട് വറുത്തെടുക്കുന്നൊരു ദൈവം, കൊല ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കൊല ചെയ്യും, നമ്മളെയും കൊല്ലുന്ന ഒരു ദൈവം, അങ്ങനെ എന്തെങ്കിലും തിന്മയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഒരു സംഹാരമൂർത്തിയായിട്ട് അവതാരമെടുക്കുന്ന ഒരു ദൈവത്തെക്കുറിച്ചുള്ള ഒരു കൺസെപ്റ്റാണ് നമ്മൾ ചെറുപ്പം തൊട്ട് പഠിപ്പിക്കുന്നത്. അപ്പോൾ അങ്ങനെ പഠിപ്പിക്കുമ്പോൾ വീണ്ടും വീണ്ടും സ്ട്രെസ്ഡാണ്. കാരണം ഒരിക്കലും അതിൽ നിന്നൊരു മോചനം നമുക്ക് കിട്ടുന്നില്ല. ഇപ്പം എൻ്റെയൊക്കെ ജീവിതത്തിൽ എന്നെ ആദ്യമായിട്ട് ആകർഷിച്ച ഒരു ബൈബിൾ വചനം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മത്തായി 11:28. ആ വചനം ഇങ്ങനെ പറയുന്നത്: അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരായ നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. അപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഭാരം വഹിക്കുന്നവർ, അധ്വാനിക്കുന്നവർ, ഈ ഭാരം വഹിക്കുന്നവർ, ഭാരം എന്ന് പറഞ്ഞാൽ മനസ്സിൻ്റെ ഭാരമാണ്. ഈ പാപം അല്ലേ, പാപം ചെയ്തിട്ട് ഞാൻ പാപിയാണെന്നുള്ള ഒരു ഭാരം, ഒരു കുറ്റബോധം, ഇതൊക്കെ ചുമക്കുന്ന ഒരു അവസ്ഥയാണ് ഈ ഭാരം വഹിക്കുന്നവർ അല്ലേ. നമ്മളൊക്കെ ചിലർ നടക്കുന്നത് നമ്മുടെ നെഞ്ചിനകത്ത് ഒരു 100-150 കിലോ ഭാരമായിട്ടാണ് നടക്കുന്നത്. ഒരു വല്ലാത്ത ഭാരം ചുമന്നുകൊണ്ടാണ് നമ്മൾ നടക്കുന്നത്. ഇത് ഇറക്കി വെക്കാനൊരിടം ഇല്ല. അങ്ങനെ ഒരു അവസ്ഥയിലാണ്. ഇതാരും മനസ്സിലാക്കുന്നില്ല അല്ലേ. ഇത് ഇറക്കി വെക്കാനായിട്ട് പറ്റുന്നില്ല. അങ്ങനെ ഒരു അവസ്ഥയിലാണ് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് ഈശോ പറയണത്, അധ്വാനിക്കുന്നൊരു ഭാരം ചുമന്ന് നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. അതിനോട് കണക്ട് ഞാൻ മറ്റൊരു വചനം കണ്ടത് ഇതാണ്, ലൂക്ക 5:32. ഞാൻ വന്നിരിക്കുന്നത് പാപികളെ തേടിയാണ്, നീതിമാന്മാരെ വിളിക്കാനല്ല. അപ്പം ഞങ്ങളുടെ കൺസെപ്റ്റിൽ പറയുന്ന ദൈവം എന്ന് പറയുന്നത് നീതിമാന്മാരുടെ ദൈവമാണ്. നീതി ചെയ്യുന്നവർ, നന്മ ചെയ്യുന്നവർക്ക് മാത്രമേ ദൈവത്തോട് എന്തെങ്കിലും പ്രാർത്ഥിക്കാനുള്ള അവകാശമുള്ളൂ. എന്തെങ്കിലും തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവന് പിന്നെ ദൈവത്തെ നോക്കാനോ ഒന്നും അവകാശമില്ല. അവന് ഒരു സ്ലേവാണ്, അടിമയായിട്ട് മാറ്റപ്പെട്ട് കഴിഞ്ഞു. പിന്നെ അവനൊരു സ്വാതന്ത്ര്യത്തിലേക്ക് വരാനില്ല. പിന്നെ അവൻ ശിക്ഷയ്ക്ക് അർഹനാണ്, അവൻ ഒറ്റപ്പെട്ടവനാണ്, അവൻ മാറ്റി നിർത്തപ്പെട്ടവനാണ്. ആ ഒരു സാഹചര്യത്തിലാണ് നമ്മുടെ പിതാവായ ദൈവത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് യേശു പറയണത്, ഞാൻ വന്നിരിക്കുന്നത് പാപിയെ തേടിയാണ്.
ഇപ്പം നഥാനിയേൽ ചോദിക്കുന്നുണ്ട് കർത്താവിനോട്, ഞങ്ങൾക്കൊന്ന് പിതാവിനെ കാണിച്ചതാ, ഞങ്ങൾക്ക് അത് മതി. ശിഷ്യൻ പറയുന്നുണ്ട്, ഞങ്ങൾക്ക് പിതാവിനെ കാണിച്ചു തന്നാലും ഞങ്ങൾക്ക് അത് മതി. അപ്പോൾ യേശു തമ്പുരാൻ ചോദിക്കുന്നുണ്ട്, നഥാനിയേലേ, ഇത്രയും കാലം ഞാൻ നിൻ്റെ കൂടെ നടന്നിട്ടും നീ പിതാവിനെ കാണുന്നില്ലേ? എന്നെ കാണുന്നവൻ എൻ്റെ പിതാവിനെ കാണുന്നെന്നാണ് പറയുന്നത്. അപ്പം നമ്മുടെ പിതാവായ ദൈവത്തെ നമുക്ക് എങ്ങനെ കാണാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യേശു ക്രിസ്തുവിലൂടെ നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ. എന്നുവെച്ചാൽ നമ്മുടെ പിതാവായ ദൈവത്തിന് യേശു ക്രിസ്തുവിൻ്റെ സ്വഭാവമാണ്. ആ സ്വഭാവമില്ലാത്ത ഒരു ദൈവം നമ്മുടെ ദൈവം അല്ല. യേശുക്രിസ്തുവിൻ്റെ സ്വഭാവം ഇല്ലാത്ത ഒരു ദൈവിക കൺസെപ്റ്റ് നമുക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല. കാരണം എന്താ വെച്ചാൽ നമ്മുടെ പിതാവ് യേശുക്രിസ്തുവിൻ്റെ പിതാവാണ്, യേശുക്രിസ്തുവിൻ്റെ ദൈവമാണ്. അപ്പോൾ യേശുക്രിസ്തുവിനെ കാണുന്നവർ പിതാവായ ദൈവത്തെ കാണുന്നു. ഇപ്പം യേശുക്രിസ്തുവിനെ കാണുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യേശുക്രിസ്തുവിൻ്റെ ആക്ടിവിറ്റിയിലൂടെയാണ് നമ്മളത് മനസ്സിലാക്കുന്നത്. യേശുക്രിസ്തുവിൻ്റെ സ്വഭാവത്തിലൂടെ, യേശുക്രിസ്തുവിൻ്റെ ചേർത്ത് പിടിക്കലിലൂടെ, അവൻ്റെ കരുണയോടുകൂടിയുള്ള സംസാരത്തോടു കൂടെ, അവൻ്റെ ഒരു രീതിയോട് കൂടെ, അല്ലേ, അവൻ്റെ ഒരു നിലപാടോടുകൂടെ, ഉറച്ച തീരുമാനത്തോടു കൂടെ ആണ് നമ്മൾ പിതാവായ ദൈവത്തിൻ്റെ സ്വഭാവത്തിലേക്ക് നമ്മൾ മനസ്സിലാക്കിയെടുക്കുന്നത്. ശരിയല്ലേ? അപ്പം യേശുക്രിസ്തുവിൻ്റെ ആ ഒരു റിയൽ ക്യാരക്ടറാണ് നമ്മുടെ പിതാവായ ദൈവത്തിനുള്ളത്. അതുകൊണ്ട് ആ ക്യാരക്ടർ വിട്ടിട്ട് വേറൊരു ക്യാരക്ടർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ദൈവിക കൺസെപ്റ്റ് നമുക്കൊരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതുപോലെ ഈ പാപത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന ഒരു ദൈവിക കൺസെപ്റ്റാണ് നമ്മുടെ പിതാവായ ദൈവത്തിന്. കാരണം എന്ത് പാപി, ഏത് കൊടും പാപിയാണെങ്കിലും അവത്തെ നിന്ന് നമ്മളെ ഇങ്ങനെ കരകയറ്റി ഉയർത്തുന്നതാണ്. കാരണം നമ്മുടെയൊക്കെ ജീവിത വഴികൾ നമുക്കറിയാം. ചിലപ്പോഴൊക്കെ ദൈവം നമ്മളെ ചില തെറ്റിലൊക്കെ അങ്ങ് ആഞ്ഞ് പറഞ്ഞു വിട്ടിട്ട് അവിടെ ഇട്ട് കുറേ കാര്യങ്ങൾ പഠിപ്പിച്ച് അതിൻ്റെ നടുക്കാണ് കുറേ കൃപകൾ നമുക്ക് വർഷിക്കപ്പെടുന്നത്. അത് ദൈവത്തിൻ്റെ ഒരു പരിപാലനയും നമ്മളെ മോൾഡ് ചെയ്തെടുക്കാൻ വേണ്ടി കർത്താവ് നമ്മുടെ പല പല ജീവിത സാഹചര്യത്തിലൂടെ നമ്മളെ കടത്തിവിടുന്നതാണ്. വിശുദ്ധ അഗസ്തിനോസിൻ്റെയൊക്കെ ചരിത്രം നമുക്കറിയാം. പാപത്തിൻ്റെ പടുകുഴി കിടന്നൊരു മനുഷ്യനാണ്. ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ വേദപാരംഗതനായിട്ട് പിന്നീട് സഭ ഉയർത്തിയ ഒരു വിശുദ്ധനാണ്. സഭയെ പടുത്തുയർത്തിയ ഒരു വിശുദ്ധനാണ് വിശുദ്ധ അഗസ്തിനോസ്. പാപത്തിൻ്റെ ചെയ്യാത്ത പാപമൊന്നുമില്ലായിരുന്നു, പാപത്തിൻ്റെ പടുകുഴിയിലാണ് കിടന്നത്. വിശുദ്ധ അഗസ്തിനോസിൻ്റെ കുമ്പസാരം എന്നൊക്കെ പറഞ്ഞ് ആ പുസ്തകമൊക്കെ വായിച്ചു കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാകും എന്തുമാത്രം ദൈവത്തിൻ്റെ ഓരോ വളർത്തൽ. കാരണം ഒരു കുഴിക്കകത്തിട്ട്, കാരണം പക്ഷേ മറ്റേ കൺസെപ്റ്റിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ പാപം ചെയ്താൽ പോലും ശിക്ഷിക്കപ്പെടുവാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു കൺസെപ്റ്റിൽ മാത്രം വിശ്വസിക്കുന്ന ഒരിക്കലും അഗസ്തിനോസ് ഒരു വിശുദ്ധനായിട്ട് മാറത്തില്ലായിരുന്നു. കാരണം ഓൾറെഡി പാപത്തിൻ്റെ പടുകുഴി കിടന്ന ഒരു വ്യക്തി ഇങ്ങനെ ചിന്തിക്കത്തുള്ളൂ, ഞാൻ പാപിയാണ്, ഞാൻ ദൈവത്തിൻ്റെ അപ്രീതിക്ക് കാരണമായവനാണ്, എനിക്ക് ദൈവത്തിന് മുമ്പിൽ നിൽക്കാനുള്ള യോഗ്യത ഇല്ല എന്നൊരു ചിന്തയിലേക്കാണ് വരുന്നത്. വീണ്ടും വീണ്ടും സ്ട്രെസ്സിലേക്ക്, പാപത്തിൽ നിന്ന് പാപത്തിലേക്ക്, അടിമത്തത്തിലേക്ക് പോകുന്ന ഒരു ദൈവിക കൺസെപ്റ്റാണ് അപ്പുറത്തുള്ളത്. ഇവിടെ ആട്ടെ ആ പാപത്തിൻ്റെ പടുകുഴിയിൽ നിന്ന് ചേർത്ത് പിടിച്ച് പൊക്കിയെടുത്ത് കൊണ്ടുവരുന്ന ഒരു ദൈവിക കൺസെപ്റ്റ് അല്ലേ. പഴയ നിയമത്തിലൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ദൈവത്തെ അങ്ങോട്ട് അന്വേഷിച്ച് പോകുന്ന ഒരു ജനസമൂഹമായിരുന്നു, അങ്ങോട്ട് അന്വേഷിച്ച് പോകുന്ന ഒരു രീതിയായിരുന്നു അഡോപ്റ്റ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനത്തെ ഒരു ദൈവിക കൺസെപ്റ്റായിരുന്നു പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. അല്ല, സീനായി മലയുടെ മുകളിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം പ്രത്യക്ഷപ്പെടുന്നു, ജനങ്ങളെല്ലാം അങ്ങോട്ട് പോകുന്നു. ജെറുസലേം ദേവാലയത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം ഇറങ്ങുന്നു, ജനങ്ങളൊക്കെ ദൈവത്തെ ആരാധിക്കാൻ വേണ്ടി വർഷത്തിലൊരിക്കൽ ജെറുസലേം ദേവാലയത്തിലേക്ക് വരുന്നു. അപ്പോൾ അങ്ങോട്ട് ചെന്ന് ദൈവത്തെ കാണുന്ന ഒരു രീതി. പക്ഷേ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ യേശു തമ്പുരാൻ നമ്മുടെ ഇടയിലേക്ക് ഇറങ്ങി വരികയാണ്. ഇങ്ങോട്ട് വരുന്ന ഒരു ദൈവം, ഇങ്ങോട്ട് നമ്മുടെ അടുത്തിലേക്ക് വരുന്നൊരു ദൈവം, നമ്മുടെ അടുത്ത് വന്ന് നമ്മുടെ വേദനകൾ മനസ്സിലാക്കുന്ന ഒരു കർത്താവ് അല്ലേ. അധ്വാനിക്കുന്നൊരു ഭാരം ചുമക്കുന്നവരെ നിങ്ങൾ എൻ്റെ അടുത്തൊക്കെ ഒന്ന് വാ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന് പറയുന്നൊരു ദൈവം. മറ്റിടത്തെന്ന് പറഞ്ഞാൽ ഇങ്ങനെ പാപം ചെയ്തവരൊക്കെ ദൈവത്തിന് അപ്രീതിയാണ്, കാണാൻ പറ്റത്തില്ല അല്ലേ. ആദത്തിൻ്റെ ഒരു അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കിയേ. ആദം ദൈവത്തോടൊപ്പം നടന്നൊരു വ്യക്തിയാണ് കേട്ടോ. ദൈവത്തിൻ്റെ അതേ സാദൃശ്യത്തിൽ ഛായയിൽ സൃഷ്ടിച്ച ഒരു പുരുഷനാണല്ലോ ആദം. ദൈവത്തിൻ്റെ അതേ സാദൃശ്യമാണ്. കാരണം ആ ഒരു സ്നേഹത്തിൻ്റെ അതേ ഒരു എന്താ പറയണത്, ഒരു ഡ്യൂപ്ലിക്കേറ്റ് എന്ന് വേണേൽ പറയാം. ആദം പിതാവായ ദൈവത്തിൻ്റെ ആ സ്നേഹത്തിൻ്റെ അതേ ഡ്യൂപ്ലിക്കേറ്റ് എന്ന് വേണേൽ പറയാം. അതേ സാദൃശ്യത്തിലാണല്ലോ അവനെ മെനഞ്ഞെടുത്തത്. അപ്പോൾ ഈ അനുസരണക്കേട് കാണിച്ചതോടുകൂടി ഇവൻ്റെ ചിന്തയിൽ നിന്ന് ഈ ദൈവിക വിചാരം വിട്ടുപോയി. കാരണം ഒരു ദൈവികമായിട്ട് ചിന്തിച്ചു കൊണ്ടിരുന്ന അവൻ മാനുഷികമായിട്ട് ചിന്തിക്കാൻ തുടങ്ങി. കാരണം മനസ്സിൻ്റെ ചിന്താഗതി വിട്ടിട്ട് അവിടെ തന്നെ ഉണ്ടല്ലോ, ദൈവിക ചിന്താഗതിയുണ്ട്, ലോകത്തിൻ്റെ ചിന്താഗതിയുണ്ട്. ദൈവികമായ ചിന്താഗതികളുണ്ട്, ലോകത്തിൻ്റെ ചിന്താഗതികളുണ്ട്. അപ്പം ഈ ആദം ഇങ്ങനെ പാപം ചെയ്തതോടുകൂടി ദൈവികമായ ചിന്താഗതി വിട്ടിട്ട് അവൻ ലോകത്തിൻ്റെ ചിന്താഗതിയിലേക്ക് മാറി. അവൻ ദൈവത്തെ മറന്നു, വിസ്മരിച്ചു. കാരണം ദൈവത്തെ മറന്നു. പിന്നെ അവൻ ചെയ്യുന്ന കാര്യങ്ങളിലൊന്നും അവൻ ദൈവത്തെ ഓർക്കുന്നില്ല. അവൻ ഇങ്ങനെ പൊയ്ക്കൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ബൈബിളിൽ കാണുന്നുണ്ട്, വെയിലാറിയപ്പോൾ പൂന്തോട്ടത്തിലൂടെ ദൈവം ഉലാത്തുന്നതിൻ്റെ ശബ്ദം കേട്ടു. വെയിലാറിയപ്പോൾ.
കാരണം ഒരുപക്ഷെ ആദം പാപം ചെയ്തത് രാവിലെ ആയിരിക്കാം, പക്ഷെ ദൈവം വന്നത് വെയിലാറിയപ്പോഴാണ്. ആ കൺസെപ്റ്റിൽ ദൈവം ശിക്ഷിക്കാൻ വരുന്നൊരു ദൈവമാണ്, മറ്റ് കൺസെപ്റ്റിലെല്ലാം. അവിടെ എന്ന് വെച്ചാൽ പാപം ചെയ്ത ഉടനെ വാളും എടുത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും ചാട്ടവാറും എടുത്തുകൊണ്ട് ദൈവം നമ്മളെ ശിക്ഷിക്കാനായിട്ട് ഓടി വരുന്നു. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, വെയിലാറിയപ്പോഴാണ് ദൈവം വന്നത്. ദൈവം എന്താ രാവിലെ വരാഞ്ഞത്? അല്ലെങ്കിൽ ദൈവം ഒരു 2 ചൂരിലെടുത്ത് 2 കൊടുക്കാഞ്ഞത് എന്താണ്? അല്ലെങ്കിൽ വാളെടുത്ത് വെട്ടാഞ്ഞത് എന്താണ്? അല്ലെ ശിക്ഷിക്കാഞ്ഞത് എന്താണ്? കാരണം ഈ വെയിലാറുക എന്നൊക്കെ പറയുന്നത് ഒരു ആയുസിൻ്റെ അന്ത്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. ആയുസിൻ്റെ അന്ത്യത്തെ. ചിലപ്പം ആദത്തിന് ഒരു 30 വയസ്സായപ്പോഴായിരിക്കും പഴം കഴിച്ചത്. ദൈവം വന്നത് 60-ാമത്തെ വയസ്സിലോ 90-ാമത്തെ വയസ്സിലോ ആയിരിക്കാം. കാരണം അത്രയും നാളും കാത്തിരിക്കുന്ന ഒരു ദൈവം, ക്ഷമയോടുകൂടി സ്നേഹത്തോടുകൂടി കാത്തിരിക്കുന്നൊരു ദൈവം. ഈ ആദം ഒന്ന് തിരിച്ചു വരുമോ, തിരിച്ചു വരുമോ, തിരിച്ചു വരുമോ, തിരിച്ചു വരുമോ? എന്നിട്ട് ആദം ദൈവത്തെ വിസ്മരിച്ച് 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 ദൈവത്തിൽ നിന്ന് അകന്ന് ദൈവത്തെ പോലും കാണാത്ത രീതിക്ക് ആദം ജീവിച്ചുകൊണ്ടിരിക്കുക. ആദത്തിൻ്റെ കണ്ണുകളിൽ നിന്ന് ദൈവം മറയപ്പെട്ടു. കാരണം ദൈവത്തെ വിസ്മരിച്ചു അവൻ. അത് കഴിഞ്ഞപ്പം ദൈവം പയ്യെ വന്ന് ചോദിക്കുകയാണ്, ആദം ആദം നീ എവിടാണ്? ആദം ആദം നീ എവിടാണ്? സകലത്തെ സൃഷ്ടിച്ച് പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന ദൈവത്തിന് ഈ ആദത്തെ എന്താ കാണുന്നില്ലേ? അതല്ല. കാരണം ആദത്തിൻ്റെ ഉള്ളിൽ നിന്ന് ആ ദൈവിക സാന്നിധ്യം നഷ്ടപ്പെട്ടു. ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിന്ന് ആദം അകന്നുപോയി. അപ്പോൾ പിതാവ് ചോദിക്കണം, ആദം ആദം നീ സ്നേഹത്തിൽ നിന്ന് എവിടെയാണ് നിൽക്കുന്നത്? എന്ത് സ്നേഹത്തിൽ നിന്ന് ഇങ്ങനെ അകന്ന് നിൽക്കുന്നത്? അങ്ങനെ ഒരു ദൈവം, ശിക്ഷിക്കാമെന്നൊരു ദൈവമല്ല, കരുണയോടുകൂടി ചേർത്ത് പിടിക്കാമെന്നൊരു ദൈവമാണ്. ശരിക്കും പുതിയ നിയമത്തിലേക്കൊക്കെ നോക്കുമ്പോൾ ഈ ബത്സൈദ കുളക്കരയിൽ കിടക്കുന്ന രോഗിയുടെ അടുത്തേക്ക് ചെന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ കാണുന്നത്, അല്ലേ? എന്നെ കുളത്തിലേക്ക് ഇറക്കാനായിട്ട് ആരുമില്ല. ഒറ്റപ്പെടൽ, ആരും നോക്കാനില്ലാത്തവർക്ക് ദൈവം സമീപസ്ഥനാണ്. ദൈവം അവിടെ ചെല്ലും അവരിലേക്ക്. കാരണം ലോകത്തിൽ ഏറ്റവും വലിയ പെയിനാണല്ലോ ലോൺലിനെസ്, ഒറ്റപ്പെടൽ എന്ന് പറയുന്നത്. മദർ തെരേസയുടെ ജീവിത ചരിത്രത്തിൽ മദർ തെരേസ ഇങ്ങനെ അണ്ടർലൈൻ ഇട്ടേക്കുന്ന ഒരു കാര്യമാണ്, ദ ലോൺലിനെസ് ഈസ് ദ ഗ്രേറ്റസ്റ്റ് പെയിൻ ഇൻ മൈ ലൈഫ് എന്ന് പറയുന്നത്. ഒറ്റപ്പെടലായിരുന്നു എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വേദന. അല്ലെ, നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയല്ലേ? കുടുംബത്തിൽ നിന്ന് സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടുന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ വേദന. നമുക്കാരുമില്ല എന്നൊരു ചിന്തയാണ് നമ്മളെ ഏറ്റവും കൂടുതൽ മുറിക്കുന്നത്. പല ആത്മഹത്യയിലേക്കും നയിക്കപ്പെടാനായിട്ടുള്ളൊരു ബേസ് കാരണം ഇതാണ്, എനിക്കാരുമില്ല. പ്രത്യാശ നഷ്ടപ്പെടുന്ന അവസ്ഥയാണ്. കാരണം ആരിലും പ്രത്യാശ വയ്ക്കാനില്ല, ആരുമില്ല കൂടെ. സ്നേഹിക്കാൻ ആരുമില്ല, സ്നേഹം കിട്ടുന്നില്ല, പ്രത്യാശ വയ്ക്കാൻ ഒന്നുമില്ല. അങ്ങനെ വരുമ്പോൾ വിശ്വാസവും കാണത്തില്ല, പ്രവൃത്തിയും കാണത്തില്ല, പ്രവർത്തിക്കാനും ഒന്നുമില്ല. അല്ലെ, പ്രവൃത്തിയും വിശ്വാസം തമ്മിൽ ഇൻ്റർകണക്റ്റഡ് ആണല്ലോ. യാക്കോസ്ലിയൊക്കെ പറയുന്ന പോലെ പ്രവർത്തന നിരതമായ വിശ്വാസം വ്യർത്ഥമാണെന്നാണ് പറയുന്നത്. അപ്പം അതല്ലേ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, 3 കാര്യങ്ങൾ മാത്രമേ നിലനിൽക്കത്തുള്ളൂ. അത് പ്രത്യാശ, വിശ്വാസം, പ്രത്യാശ, സ്നേഹം. അല്ലേ, സ്നേഹം, പ്രത്യാശ, വിശ്വാസം, ഇത് 3 നിലനിൽക്കുന്നു. സ്നേഹമാണ് സർവോത്കൃഷ്ടം എന്നാണ് പറയണത്. അപ്പം ശരിക്കും ഇതിൻ്റെ ഒരു അറ്റുപോക്കലാണ് യഥാർത്ഥത്തിൽ ആത്മഹത്യയിലേക്ക് നയിക്കപ്പെടാനായിട്ട് കാരണം. അങ്ങനെ പോകുന്നവർ യഥാർത്ഥത്തിൽ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹത്തെ തിരിച്ചറിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? കാരണം അത് നമ്മുടെ സ്വാതന്ത്ര്യമാണ്. ഇത് അറിയണോ വേണ്ടയോ എന്നുള്ളതും എൻ്റെ സ്വാതന്ത്ര്യമാണ്. ഇപ്പം ഞാൻ 3 പിള്ളേരുടെ അപ്പനാണ്. നമുക്കറിയാം, ഇങ്ങനെ ഈ നമ്മളൊക്കെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാമായിട്ട് അല്ലെങ്കിൽ വീട്ടിൽ നിന്നൊക്കെ ഒരു 2-3 ദിവസം മാറി നിൽക്കേണ്ടി വരുമ്പോൾ, നമ്മളിങ്ങനെ യാത്ര അയക്കാൻ വരുമ്പോൾ നമ്മുടെ പിള്ളേരിങ്ങനെ നമ്മുടെ മുഖത്ത് നോക്കി ഇങ്ങനെ വിങ്ങും, നമുക്കും ചങ്ക് ഇങ്ങനെ പിടയ്ക്കും. കാരണം അത് വല്ലാത്തൊരു വിങ്ങലാണ്. കാരണം നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ നേരത്തെ ഇങ്ങനെ നോക്കിയിട്ട് അവരുടെ മുഖം ഇങ്ങനെ അങ്ങ് വിങ്ങുമ്പോഴേ നമ്മുടെ ചങ്ക് അങ്ങ് പിടയ്ക്കും. അതാണ് യഥാർത്ഥ സ്നേഹം എന്ന് പറയുന്നത്. കാരണം നമ്മളെ ദൈവം സൃഷ്ടിച്ചേക്കുന്ന അവൻ്റെ അതേ സാദൃശ്യത്തിലാണല്ലോ. അതാണ് പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം. കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ഇടവകയിൽ ഒരു മനോഹരമായ ഒരു കാഴ്ച കാണാനിടയായി. എൻ്റെ പള്ളിയിലെ കൊച്ചച്ഛൻ സ്ഥലം മാറിപ്പോയപ്പോൾ വെല്ലിച്ചനും ഞങ്ങൾ കുറച്ച് ആൾക്കാരെല്ലാം ഇങ്ങനെ യാത്ര അയക്കുകയാണ്. അപ്പോൾ യാത്ര അയക്കുമ്പോൾ അതിൻ്റെ ഒരു വാട്സപ്പ് സ്റ്റാറ്റസൊക്കെ ഇങ്ങനെ വന്നിരുന്നു. ശരിക്കും വെല്ലിച്ചൻ ഒരു അപ്പൻ്റെ സ്ഥാനമാണ്. ശരിക്കും ഓരോ ഇടവകയിലെ വികാരിമാർ അപ്പൻ്റെ സ്ഥാനമാണ്. കാരണം ആ ഇടവകയുടെ അപ്പനാണ് ആ ഒരു വികാരി എന്ന് പറയുന്നത്. അപ്പം പിതാവായ ദൈവത്തിൻ്റെ ആ ഒരു സ്നേഹവും കരുണയൊക്കെ മനസ്സിലാക്കിയ ഒരാൾക്ക് ഒരു അപ്പൻ്റെ സ്ഥാനത്ത് നിന്ന് ഈ മക്കളോട് ഒരു കരുണ കാണിക്കാൻ പറ്റത്തുള്ളൂ, ദൈവജനത്തെ ചേർത്ത് പിടിക്കാൻ പറ്റത്തുള്ളൂ. അല്ലേ, എത്രയൊക്കെ തെറ്റ് ചെയ്താലും നമ്മുടെ കുഞ്ഞുങ്ങളല്ലേ, നമ്മൾ ചേർത്ത് പിടിക്കും. ചേർത്തൊന്ന് പിടിച്ചാൽ മതി അവരാ തെറ്റിൽ നിന്ന്
മാറ്റം വരാനായിട്ട്. അതുപോലെ തന്നെയാണ് ഓരോ നേതൃസ്ഥാനത്ത് നിൽക്കുന്നവർ, അല്ലേ, ഒരു കമ്പനിയുടെ മാനേജർ അങ്ങനെയാണ്. അവിടുത്തെ ജോലിക്കാരുടെയൊക്കെ ഒരു മുകളിലാണല്ലോ നിൽക്കുന്നത്. ഒന്ന് ചേർത്ത് പിടിക്കുക, ഒരു അപ്പൻ്റെ സ്നേഹത്തോടു കൂടി ചേർത്ത് പിടിക്കാനായിട്ട്. ഒരു കമ്പനിയുടെ ഓണർ അങ്ങനെ ആയിരിക്കണം, ഒരു അപ്പൻ്റെ സ്നേഹത്തോട്. എനിക്കൊക്കെ ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് എൻ്റെ കമ്പനിയുടെ ഒരു ഓണർ. അങ്ങനെയാണ്, ആ ഒരു സാറ് ഒരു അപ്പൻ്റെ സ്ഥാനമാണ്. എന്നോടൊക്കെ ഒരു അപ്പൻ പെരുമാറുന്ന പോലെ പെരുമാറുന്നത്. ഒരു അപ്പൻ ശാസിക്കുന്ന പോലെ പലപ്പോഴും എന്നെ ശാസിച്ചിട്ടുണ്ട്. അതും വേണം, ശാസനയും വേണം. കാരണം കുഞ്ഞുങ്ങൾ വഴിതെറ്റിപ്പോകുന്നത് അപ്പന് സഹിക്കാൻ പറ്റത്തില്ല. അപ്പം ശാസിക്കേണ്ടത് ശാസിക്കും, ചേർത്ത് പിടിക്കേണ്ടത് ചേർത്ത് പിടിക്കും, സ്നേഹത്തോടെ ചേർത്ത് പിടിക്കേണ്ടപ്പോൾ നമ്മളെ സ്നേഹത്തോടെ ചേർത്ത് പിടിക്കും, സ്നേഹത്തോടു കൂടി തിരുത്തും. എല്ലാത്തിലും സ്നേഹമാണ് മുമ്പിൽ വരണ്ടേ. സ്നേഹത്തോടു കൂടി ശാസിക്കുക, സ്നേഹത്തോടു കൂടി തിരുത്തുക, സ്നേഹത്തോടു കൂടി ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ നമുക്ക് തരിക. ഇതുപോലെ തന്നെയാണ് ഒരു ഇടവകയെ നയിക്കുന്ന ഒരു വികാരിയും. അപ്പോൾ അച്ഛനിങ്ങനെ യാത്ര പറഞ്ഞിങ്ങനെ ഇറങ്ങാൻ നേരത്ത് പെട്ടെന്ന് അച്ഛൻ 3-4 സ്റ്റെപ്പ് ഇങ്ങനെ നടന്നിങ്ങനെ തിരിഞ്ഞു നോക്കിയപ്പോൾ വികാരി അച്ഛൻ ഇങ്ങനെ കണ്ടിങ്ങനെ നിറഞ്ഞിങ്ങനെ നിൽക്കുകയാണ്. ഈ കൊച്ചച്ഛൻ ഊട്ടി വന്ന് ഈ വികാരി അച്ഛൻ അങ്ങോട്ട് കെട്ടിപ്പിടിച്ചു. അപ്പോൾ വികാരി അച്ഛൻ ഇങ്ങനെ ചേർത്ത് അങ്ങോട്ട് പിടിച്ചിട്ട് അങ്ങ് ഏങ്ങി കരയാണ്. ശരിക്കും നമ്മളൊക്കെ ഇങ്ങനെ ഞാൻ പലപ്പോഴും ഈ വിവാഹ സാഹചര്യങ്ങളിലൊക്കെ ഇങ്ങനെ കണ്ടിട്ടുണ്ട്. ഈ പെൺകുഞ്ഞുങ്ങളെ കല്യാണം കഴിപ്പിച്ചിട്ട് അവസാനം ഈ വണ്ടിയിൽ കയറ്റി അയക്കുമ്പോൾ അപ്പന്മാർ കരയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. സഹിക്കാൻ പറ്റത്തില്ല അവർക്ക്. ഇങ്ങനെ ഒരു വേർപാടാണല്ലോ. കാരണം ഒന്നാമത്തെ കാര്യം, വീട്ടിലെ പെൺകുഞ്ഞുങ്ങൾ എന്ന് പറഞ്ഞാൽ അപ്പന്മാരോട് ഭയങ്കര ഇൻറ്റിമസി ആയിരിക്കും. എൻ്റെ ഒരു മോളുണ്ട്, അവൾക്ക് 5 വയസ്സേ ഉള്ളൂ. അള്ളി പിടിച്ചോ ഇരിക്കത്തുള്ളൂ. അപ്പനോട് ഭയങ്കര ഇൻറ്റിമസി ആയിരിക്കും. അപ്പനും അതുപോലെ ഇപ്പം പെൺകുഞ്ഞുങ്ങളോട് ഒരു വല്ലാത്തൊരു പ്രത്യേക ഒരു ഇഷ്ടമായിരിക്കും അപ്പന്മാർക്ക്, അല്ലേ. അതുകൊണ്ട് പിതാവായ ദൈവത്തിന് പരിശുദ്ധ അമ്മയെ ഭയങ്കര ഇഷ്ടമാണ്. മകളാണല്ലോ. അമ്മയെ ഇങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്ത് ഹൈഡ് ചെയ്ത് ഒരു നിഗൂഢമായിട്ട് ഇപ്പോഴും കൊണ്ട് നടത്തുന്നത് അതുകൊണ്ടാണ്. പരിശുദ്ധ അമ്മയെ പിതാവ് അങ്ങനെ ചേർത്ത് പിടിക്കാനായിട്ട് കാരണം അതാണ്. കാരണം ഒരു പിതാവായ ദൈവത്തിൻ്റെ ഒരു പ്രത്യേകത. അതുകൊണ്ടാണ് ഭൂമിയിലെ നമ്മൾ ഓരോ അപ്പന്മാർക്കും ഈ പെൺകുഞ്ഞുങ്ങളോട് നമുക്ക് വലിയൊരു പ്രീതി തോന്നുന്നത്, ഇഷ്ടം തോന്നുന്നത്, ചേർത്ത് പിടിക്കുന്നത്. അപ്പം ഇവരെയൊക്കെ കല്യാണം കഴിപ്പിച്ച് അയക്കുമ്പോൾ ചില അപ്പന്മാർ കരയുന്ന പോലെ ഈ അച്ഛൻ ഇങ്ങനെ അങ്ങോട്ട് കരയാണ്. എന്നിട്ട് ഓരോ കുർബാനയ്ക്കിടയ്ക്ക് അച്ഛൻ ഇങ്ങനെ പറയുന്നൊരു കാര്യമുണ്ട്. സ്വർഗസ്നായ പിതാവെ പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് അച്ഛൻ പറയുന്നൊരു കാര്യമുണ്ട്. നമ്മുടെ പിതാവ് അപ്പനാണ്, സ്വർഗത്തിലെ പിതാവ് അപ്പനാണ്. അതുകൊണ്ടാണ് ഈശോ ഇങ്ങനെ പഠിപ്പിച്ചത് സ്വർഗസ്നായ പിതാവേ എന്ന്. അപ്പോൾ നമ്മൾ മക്കളാണ്, മക്കളുടെ സ്വാതന്ത്ര്യമുണ്ട് നമുക്ക് പിതാവിനോട് എന്ന് എപ്പോഴും ആ വൈദികൻ്റെ ആദരത്തിലൂടെ നമുക്ക് കേൾക്കാം. അങ്ങനെയെങ്കിൽ ആ വൈദികൻ യഥാർത്ഥത്തിൽ ആ അപ്പൻ്റെ സ്വഭാവം മനസ്സിലാക്കിയൊരു വൈദികനാണ്, ആ അപ്പൻ്റെ സ്വഭാവം മനസ്സിലാക്കിയ വൈദികനാണ്, അതനുസരിച്ച് ജീവിക്കുന്നൊരു വൈദികനാണ്. ആ വൈദികനെ സംബന്ധിച്ചിടത്തോളം ആ ഇടവക ജനങ്ങൾ മൊത്തം മക്കളാ. വരുന്ന കൊച്ചച്ഛൻ മകനാ. എന്നിട്ടൊരു മകനെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ച് കരഞ്ഞ് ഒരു ഹൃദയം പൊട്ടുന്ന ഒരു കാഴ്ചയായിരുന്നു. അതിനുശേഷം തൊട്ടടുത്ത ദിവസം രാവിലെ കുർബാനയ്ക്ക് ഈ വൈദികൻ ആ പ്രിയ മകന് വേണ്ടി ചങ്ക് പൊട്ടി പ്രാർത്ഥിക്കുക. ആ മകനെ കാത്തോണേ, ആ മകന് കൃപകൾ കൊടുക്കണേ, ആ മകനെ കരുതിക്കോണേ, ഒരു തെറ്റിലും ആ മകൻ വീഴരുതേ, വിശുദ്ധിയിൽ നിന്ന് വിശുദ്ധിയിലേക്ക് ആ മകനെ നീ കൈപിടിച്ച് നടത്തണമേ എൻ്റെ പൊന്നു തമ്പുരാനെ എന്ന് കുർബാനയിൽ അർപ്പിച്ച് പ്രാർത്ഥിക്കുക. കാരണം അതൊരു അപ്പൻ്റെ സ്നേഹമാണ്. കാരണം ആ പിതാവായ ദൈവത്തെ മനസ്സിലാക്കാത്ത ഒരപ്പനും നല്ലൊരു അപ്പനായിട്ട് ജീവിക്കാൻ പറ്റത്തില്ല, നല്ലൊരു അപ്പനുമായിട്ട് ജീവിക്കാൻ പറ്റത്തില്ല. കാരണം ഇങ്ങനെ ഒരു അനലറ്റിക്കൽ റിപ്പോർട്ടൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. ഈ എത്തീസ്റ്റ് സ്വഭാവമുള്ള വ്യക്തിത്വങ്ങൾ എന്ന് വെച്ചാൽ ദൈവവിശ്വാസം ഇല്ലാത്ത വ്യക്തിത്വങ്ങളുടെ ഒരു കണക്കെടുക്കുമ്പോൾ അതിലൊരു 100 പേരെടുത്തു കഴിഞ്ഞാൽ അതിലൊരു 98 പേരും സ്വന്തം അപ്പനുമായിട്ട് എന്തൊക്കെയോ പ്രശ്നങ്ങളാണ്. അപ്പനുമായിട്ട് പ്രശ്നമുള്ളവരാണ് ഈ എത്തീസ്റ്റ് സ്വഭാവത്തിലേക്ക് പോകാൻ കാരണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ അപ്പന്മാർ അപ്പൻ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സ്വർഗത്തിലെ പിതാവായ ദൈവത്തിൻ്റെ ഒരു ക്യാരക്ടർ അവർക്ക് കാണാത്ത കൊണ്ടിട്ട് നമുക്ക് ഇപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രാർത്ഥിക്കുന്നതിലൂടെയാണ് നമ്മുടെ പിള്ളേർ ഒരു പ്രാർത്ഥനാ ജീവിതത്തിലേക്കൊക്കെ കടന്നു വരുന്നത്. ഇത് ഈ വിശ്വാസം എന്നൊക്കെ പറയുന്നത് പകരപ്പെടുന്ന സാധനമാണ്. അതുകൊണ്ട് നമുക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ ഈ വിശ്വാസം നമ്മുടെ കുഞ്ഞുങ്ങളിലേക്ക് പകരപ്പെടും, അവരും വിശ്വസിക്കാൻ തുടങ്ങും. ഇനി എനിക്ക് പിതാവായ ദൈവത്തോട് സ്നേഹം ഉണ്ടെങ്കിൽ, ഞാൻ ആ പിതാവിൻ്റെ സ്നേഹം യഥാർത്ഥത്തിൽ മനസ്സിലാക്കിയ ഒരു വ്യക്തിയാണെങ്കിൽ എന്നിൽ നിന്ന് ഈ സ്നേഹം പകരപ്പെടാൻ തുടങ്ങും, എന്നിൽ നിന്ന് സ്നേഹം ഒഴുകാൻ തുടങ്ങും. ആ പിതാവായ ദൈവത്തിൻ്റെ യഥാർത്ഥ സ്നേഹം നമ്മൾ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ ആ സ്നേഹം നമ്മളിൽ നിന്ന് ഒഴുകത്തില്ല. അങ്ങനെ വരുമ്പോൾ നമ്മുടെ പിള്ളേർക്ക് അത് അനുഭവിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ അനുഭവിക്കാൻ പറ്റാത്തതുകൊണ്ട് ആ പിള്ളേർക്ക് നമ്മളെ സ്നേഹിക്കാൻ പറ്റത്തില്ല. മനസ്സിലാകുന്നുണ്ടോ? അങ്ങനെ സ്നേഹിക്കാതെ വരുമ്പോഴത്തേക്ക് ഈ ഭൂമിയിലെ പിതാവിനെ ഒരു വ്യക്തി സ്നേഹിക്കുന്നില്ലെങ്കിൽ സ്വർഗത്തിലിരിക്കുന്ന പിതാവിനെ സ്നേഹിക്കാൻ പറ്റത്തില്ല. പിടി കിട്ടിയോ? ഇത് ഇൻ്റർകണക്റ്റഡാണ് സംഭവം.
കാരണം ഭൂമിയിൽ പിതാവായിട്ട് നമ്മൾ അപ്പനായിട്ട് നിൽക്കുന്നു. അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മളെ സ്നേഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഒരിക്കലും അവർക്ക് സ്വർഗത്തിലുള്ള ഒരു പിതാവിനെ സ്നേഹിക്കാൻ പറ്റത്തില്ല. അവർ ദൈവനിഷേധികളായിരിക്കും. ദൈവം ഇല്ലെന്ന് പറയും. നിരീശ്വരവാദത്തിലേക്ക് അവർ കടന്നു പോകും. എത്തീസ്റ്റായിട്ട് അവർ ജീവിക്കും. അവർക്ക് ഒരു രീതിയിലും അംഗീകരിക്കാൻ പറ്റത്തില്ല. അപ്പനെ ഭയങ്കര ദേഷ്യമായിരിക്കും. അപ്പനോട് ഭയങ്കര ദേഷ്യമായിരിക്കും. അപ്പനോട് സംസാരിക്കത്തില്ല. കാരണം സ്നേഹം ഉണ്ടെങ്കിലല്ലേ സംസാരിക്കത്തുള്ളൂ. സ്നേഹം ഉണ്ടെങ്കിലല്ലേ ഒന്ന് ചേർത്ത് പിടിക്കത്തുള്ളൂ. സ്നേഹം കാണത്തില്ല. അപ്പോൾ നമുക്ക് മക്കളെ സ്നേഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ ആ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിച്ച് നമ്മൾ അറിഞ്ഞിട്ടില്ല. അതാ കാരണം. അതുപോലെ തന്നെ നമുക്ക് ഓരോ കാര്യവും നമ്മുടെ ഇപ്പം ഓഫീസിൽ നമ്മുടെയൊക്കെ സ്റ്റാഫിനെയൊക്കെ നമുക്കൊന്ന് ചേർത്ത് പിടിക്കാൻ ഒരു അപ്പൻ്റെ സ്നേഹത്തിലൂടെ ഇതൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ പിതാവായ ദൈവത്തെ നമ്മൾ മനസ്സിലാക്കുന്നില്ല. അതാ കാരണം ആ ഒരു സ്നേഹം നിറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ലോകത്തെ സ്നേഹം കൊണ്ട് കീഴടക്കാൻ പറ്റും. അതാ സ്നേഹം സർവോത്കൃഷ്ടം എന്ന് പറയുന്നത്, അല്ലേ? പൗലോസ് അപ്പോസ്തലൻ ഓരോ ലേഖനത്തിൻ്റെ അവസാനം പറയുന്നുണ്ട്, പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ യേശുവിൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിന്നോട് കൂടി ഉണ്ടായിരിക്കട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം നിന്നോട് കൂടി ഉണ്ടായിരിക്കട്ടെ എന്നാണ് പറയുന്നത്. ആ സ്നേഹത്തിൽ നമുക്ക് വളരാൻ പറ്റണം. ആ സ്നേഹം നമ്മൾ മനസ്സിലാക്കാൻ പറ്റണം. അതിൻ്റെ സ്വർഗത്തിൽ നിന്ന് വർഷിക്കപ്പെടുന്ന ഒരു സ്നേഹമാണ്. ആ സ്നേഹം അല്ലേ, ഒരു മഴ പോലെ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുക പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം. പക്ഷെ നമ്മൾ ഈ പലരോടുള്ള വെറുപ്പ് വിദ്വേഷമൊക്കെ കൊണ്ടിട്ട് അതിൻ്റെ ഒരു കൊട കൊണ്ടിട്ട് ഈ മഴ പോലെ പെയ്തുകൊണ്ടിരിക്കുന്ന സ്നേഹം നമ്മളിലേക്ക് കൊള്ളിക്കാനായിട്ട് നമ്മൾ തയ്യാറാവുന്നില്ല. ഒരു മറ പോലെ നമ്മുടെ ചുറ്റും ഈ വെറുപ്പ് വിദ്വേഷം പകയൊക്കെ ഇങ്ങനെ അങ്ങ് നിൽക്കുകയാണ്. അതെല്ലാം ഒന്ന് വഹഞ്ഞു മാറ്റി പിതാവായ ദൈവത്തിൻ്റെ ഒരു സ്നേഹം നമ്മുടെ ഹൃദയത്തിലേക്ക് നിറയട്ടെ. ശരിക്കും അതിനുവേണ്ടിയാണ്. കാരണം ആദത്തിൻ്റെ ഹൃദയത്തിൽ നിന്ന് ആ സ്നേഹം നഷ്ടപ്പെട്ടു പോയി. ആ സ്നേഹത്തിൽ നിന്ന് അവൻ അകന്നു. ആ സ്നേഹം വീണ്ടെടുക്കാനാണ് തൻ്റെ പുത്രനെ തന്നെ ബലിയായിട്ട് കൊടുത്തുകൊണ്ട് തൻ്റെ പുത്രൻ്റെ മാംസവും രക്തവും നമ്മളോട് ഭക്ഷിക്കാൻ പറഞ്ഞിട്ട് ആ ഒരു ശരീരരക്തങ്ങൾ നമ്മൾ ഉൾക്കൊള്ളുന്നതോടുകൂടി ആ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ആ സ്നേഹമായിട്ട് ആ ഒരു യൂണിറ്റി, പിതാവായ ദൈവമായിട്ടുള്ള ഒരു സാദൃശ്യത്തിൻ്റെ യൂണിറ്റി. കാരണം അതേ സാദൃശ്യത്തിൽ അല്ല, ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുകയല്ലേ ചെയ്തത്, അതേ സാദൃശ്യം, ഇത് സാദൃശ്യത്തിൻ്റെ ഒരു ഐക്യം സ്ഥാപിക്കുകയായിരുന്നു യഥാർത്ഥത്തിൽ. ലോകത്ത് ആഹ്മാനം ഈ അപ്പവും വീഞ്ഞും മാംസരക്തങ്ങളായ ഒത്തിരിയേറെ ചരിത്രങ്ങൾ നമ്മുടെ സഭയിലുണ്ട്. ഒത്തിരിയേറെ പഠനങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ടുണ്ട്. അവരെല്ലാം പറഞ്ഞ സംഭവം ഇതാണ്, ആ മാംസം ടെസ്റ്റ് ചെയ്തപ്പോൾ അതൊരു ജീവിക്കുന്ന ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൻ്റെ ഭാഗമായിരുന്നു. ഹൃദയത്തിൻ്റെ ഭാഗം. കാരണം ആദത്തിൻ്റെ ഹൃദയത്തിൽ നിന്ന് ഈ ദൈവിക സാന്നിധ്യം, സ്നേഹം നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോൾ ആ ദൈവിക ചൈതന്യമുള്ള മാംസളമായ ഹൃദയം മാറി ഒരു ശിലാഹൃദയമായ ഹൃദയമായി. അതിനെ റീപ്ലേസ് ചെയ്യാനായിട്ടാണ് പിതാവ് തൻ്റെ പുത്രനെ ബലി കൊടുത്തിട്ട് ആ ശരീരവും രക്തവും നമ്മളോട് ഭക്ഷിക്കാൻ പറഞ്ഞിട്ട് അത് നമ്മുടെ ഹൃദയത്തിൽ വന്ന് ഒരു മാംസളമായ ഒരു ദൈവികമായ ഒരു ഹൃദയത്തിൽ സ്നേഹം തുളുമ്പുന്ന ഒരു ഹൃദയമായിട്ട് രൂപാന്തരപ്പെടുത്താനായിട്ട് പരിശുദ്ധ കുർബാനയായിട്ട് നമ്മുടെ ഉള്ളിൽ വന്ന് ആ ഒരു വിട്ടുപോയ സ്നേഹബന്ധം പുനഃസ്ഥാപിച്ച ഒരു പിതാവ്. അങ്ങനൊരു പിതാവാണ് നമ്മുടെ പിതാവ്. ഈ ഒരു സ്നേഹത്തിൻ്റെ ഒരു കൺസെപ്റ്റിൽ നിന്ന്, ഈ ഒരു കരുണയുടെ കൺസെപ്റ്റിൽ നിന്ന്, സമാശ്വാസത്തിൻ്റെ കൺസെപ്റ്റിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പഠിപ്പിക്കുന്ന ഒരു ദൈവിക കൺസെപ്റ്റ് നമ്മുടെ കൺസെപ്റ്റ് അല്ല. അത് നമ്മുടെ ദൈവമല്ല. നമ്മുടെ പിതാവായ ദൈവത്തിന് ഈ പറഞ്ഞ ക്വാളിറ്റികളൊക്കെ ഉണ്ട്. ആ പിതാവ് സ്നേഹത്തിൻ്റെ പിതാവാണ്, ശിക്ഷിക്കുന്ന പിതാവല്ല. ആ പിതാവ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ദൈവവും പിതാവുമാണ്. അതൊരു കരുണയുടെ പിതാവാണ്, കരുണ ചൊരിയുന്ന ഒരു പിതാവാണത്. അത് സകല സമാശ്വാസത്തിൻ്റെയും ദൈവമാണ്. ഏതൊരു അവസ്ഥയിലും നമ്മളെ ആശ്വസിപ്പിക്കുന്ന ഒരു ദൈവമാണ്. അതാ 2 കൊറിന്ത്യൻസ് 1:3 പറയുന്നത്, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ദൈവവും പിതാവും കരുണയുടെ പിതാവും സകല സമാശ്വാസത്തിൻ്റെ ദൈവമായവൻ വാഴ്ത്തപ്പെട്ടവനാകട്ടെ. ആ പിതാവിൻ്റെ സ്നേഹം നമ്മുടെ ഉള്ളിൽ നിറയട്ടെ. പരിശുദ്ധ അമ്മേ ദൈവമാതാവേ, നിൻ്റെ അപ്പനാണല്ലോ. ആ അപ്പൻ്റെ സ്നേഹം, ആ അപ്പൻ്റെ ക്വാളിറ്റികൾ, ആ അപ്പൻ്റെ കരുതൽ, ആ അപ്പൻ്റെ ചേർത്ത് പിടിക്കൽ, ആ അപ്പൻ്റെ സമാശ്വസിപ്പിക്കൽ ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് നിറയപ്പെടാൻ വേണ്ടി അമ്മേ നീ പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. നിൻ്റെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചോളണമേ. ആമേൻ.